പറ്റി പറഞ്ഞപ്പോഴാണ് ഈ ഗായത്രി സുരേഷ് ഒരു ഭയങ്കര കണ്ടെത്തലായിരിക്കും അല്ലേ, ഇത്രയും എന്തും ചെയ്യാൻ ഒരുപാട് നിൽക്കുന്ന ഒരു നായിക ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ. പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, സിനിമയിൽ എന്തെങ്കിലും ആവണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരി തൃശ്ശൂരുകാരിയാണ്. തൃശ്ശൂർ ഉള്ള ഒരു ക്യാരക്ടറിനെ ചെയ്യാനായിട്ട് സാധിക്കുക, സ്വന്തമായിട്ട് ഡബ് ചെയ്യാൻ പറ്റുക, തൃശ്ശൂർ സ്ലാങ്ങിനെ ഉപയോഗിക്കാൻ പറ്റുക. അതേപോലെ ഇപ്പം നമ്മളോട്ടുള്ള നല്ല എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ്, ഭയങ്കര കമ്പനിയാണ്. കോൺഫിഡൻസിന് അങ്ങേയറ്റമാണ്. കാരണം ഇത്ര മോശമായിട്ട് പാടുന്ന ഒരാൾ മൈക്ക് കിട്ടിയ ഉടനെ തമിഴ്നാട്ടിൽ അത്രയും തമിഴ് പാതി രാത്രി അങ്ങനെയൊക്കെ പാടണമെങ്കിൽ അപാര ഗട്സ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയതും ഈ പടത്തിൽ നന്നായിട്ട് ഉപകരിച്ചിട്ടുണ്ട്. അവളുടെ ഒരു കോമഡി ഉണ്ട്. ഞങ്ങൾ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പ്രൊഡ്യൂസറും ജയ്സേട്ടനും ഞങ്ങളൊക്കെ കൂടെ പോകുമ്പോൾ ചാക്കോച്ചൻ അന്ന് നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ ഇവൾക്ക് കാർ ഓടിക്കണം. എനിക്ക് കാർ ഓടിച്ചേ പറ്റുള്ളൂ. ജയ്സേട്ടൻ്റെ ഓട്ടോമാറ്റിക് കാർ, ഇവൾ ഇതുവരെ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടില്ല. അപ്പോൾ ഇവള് ഡ്രൈവർ സീറ്റിൽ, അപ്പോൾ ആയിക്കോട്ടെ ഡ്രൈവർ സീറ്റിൽ കയറിയിട്ട് അതേ ഇതിൽ മറ്റേ സാധനമില്ല, ക്ലച്ച് ഇതിൽ 2 സാധനമുള്ളൂ, 3 ഇല്ല, അതെങ്ങനെ ചോട്ട്. പക്ഷെ എന്നിട്ടും അവളത് ഓടിച്ചു അവള് കോൺഫിഡൻസ്. അപ്പം അങ്ങനെ ഒരു ഹീറോയിനെ കിട്ടിയത് ഭയങ്കര കാര്യം. പക്ഷെ അത് മീൻ വൈൽ എനിക്ക് ഈ അവളുടെ ക്യാരക്ടർ റിയൽ ലൈഫ് ക്യാരക്ടറാണ് ശരിക്കും അവൾ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതേപോലെ ചാക്കോച്ചായനെ ശരിക്കും ഈ പറയുന്ന വാസൂട്ടൻ ഏത് രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അതിൻ്റെ എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടോ? ഡിറ്റോ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ട്രെയ്റ്റ്സ് ഉള്ള ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. കാരണം നമ്മളൊരു കഷ്ടപ്പാടിൽ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ നമ്മളെക്കൊണ്ട് യാതൊരു ഉപകാരം ചിലപ്പോൾ അയാൾക്ക് ഉണ്ടാവില്ല. പക്ഷെ അയാൾ അതൊന്നും നോക്കാതെ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ്. വളരെ റെയറാണ്, ജെന്യുവനാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് ആൾക്കാർ എൻ്റെ ലൈഫിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ കാണാൻ എന്നെക്കൊണ്ട് അവർക്ക് യാതൊരു ആവശ്യമില്ല, ഒരു ഗുണവുമില്ല, ഒന്നുമില്ല. പക്ഷേ എന്നാലൊരു അത്യാവശ്യ ഘട്ടത്തിൽ, വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ പലരും ഒരു ദൈവനിയോഗം പോലെ, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ പോലെ വന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ലോകത്തുണ്ട്. അപ്പം പിന്നെ ഈ വാസൂട്ടൻ്റെ ക്യാരക്ടർ എപ്പോഴും എല്ലാ കാര്യങ്ങളും കുറച്ച് പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്, എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ ജീവിതത്തെ കാണാറുണ്ട്. ഞാൻ ഒരുപാട് ഡ്രോബാക്സും തിരിച്ചടികളും കിട്ടിയപ്പോഴും അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കാണാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചൊരു സംഭവം, ഒരു പരിച്ഛേദം വാസൂട്ടൻ എന്ന ക്യാരക്ടറിനുണ്ട്. ആക്ച്വലി എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കാരണം ഞാൻ അധികം ആൾക്കാരെ ഒബ്സർവ് ചെയ്യുമ്പോൾ, അപ്പോൾ ഞാൻ ചാക്കോച്ചനെ ഇതുവരെ കണ്ടിട്ട് ഒരു മുഖം കറുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ബേസിക്കലി നമ്മൾ ടെൻഷൻ ആകേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഷൂട്ടിങ്ങിലായാലും ചില കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെയും മറ്റേ വാസോട്ട് അത് നമുക്ക് ഡീൽ ചെയ്യണമെന്ന് പറയുന്നൊരു സാധനം അല്ല. ഈ സിനിമയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു കുഞ്ഞു കഥയാണ്, കുഞ്ഞു സിനിമയാണ്. അങ്ങനെ ഭയങ്കര ഗിമിക്സും കാര്യങ്ങളും നമ്മളങ്ങനെ ഒരു അവകാശവാദങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന, വളരെ സിമ്പിളായിട്ടുള്ള, വളരെ സാധാരണക്കാരായ ആൾക്കാരുടെ കുഞ്ഞു കുഞ്ഞു തമാശകളും സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഇച്ചിരി പാക്ഡായിട്ട് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നു. അത്യാവശ്യം നല്ല ഗാനങ്ങളും നമുക്ക് ദൈവം സഹായിച്ച് കിട്ടി. അത് ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ ഭയങ്കരമായിട്ടൊരു അക്സെപ്റ്റൻസ് ഹിറ്റുമായി. അപ്പോൾ അങ്ങനെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് വീണ്ടും ഒരു വലിയൊരു വിജയമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്രയും ഈ ഓണക്കാലം ഒരുപാട് നല്ല നല്ല സിനിമകൾ, വലിയ വലിയ ആൾക്കാരുടെ സിനിമകളുള്ളപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു നല്ലൊരു വിജയം നേടാൻ പറ്റുക എന്നുള്ളത് ആ ഒരു പോസിറ്റീവ്നെസ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ശരിക്കും അല്ല, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ കോ ആർട്ടിസ്റ്റ് പോലെ ഇപ്പോൾ എനിക്കൊക്കെ നമ്മളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം കൂടെ നിൽക്കുന്ന ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറയാമല്ലോ പല ഏരിയകളിലും. കാരണം ഞാൻ ഇതിൻ്റെ ഒപ്പം വേറെ പടം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടൊരു ജഡ്ജ്മെൻ്റ് ഒന്നും. അപ്പോൾ നമ്മൾ നോക്കി കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുണ്ടാവും. അപ്പോൾ അയാൾ പോസിറ്റീവായിട്ട് കാണുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുൾ ഓൺ ആവും, നമ്മുടെ ആ ഒട്ട് മാക്സിമം കൂടും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പലരും എൻ്റെ ഫ്രണ്ട്സുകളും കണ്ട് ചാക്കോച്ചൻ്റെ ഒരു ഗെറ്റപ്പ്, ഈ താടിയും പിന്നെ ഇടയ്ക്ക് മീശയൊക്കെ ഒന്ന് പിരിക്കുന്നു, മുണ്ട് പാടി കുത്തുന്നു, അതൊരു അങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണോ അതോ അത് ഒരുപാട് കാലമായിട്ട് എന്തായാലും ചെയ്തിട്ടില്ല ഈ അടുത്തൊന്നും? ഇല്ല, ഞാൻ സാധാരണക്കാരൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. ശരിക്കും മെൽസമ്മ എന്ന ആൺകുട്ടിയിലാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യം ചെയ്യുന്നത്. അതിൽ മീശ പിരിച്ച് വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അത് ഭയങ്കര ഹിലേരിയസ് സീക്വൻസ് ആണ്. ഒരു MIT-യിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് സ്പടികത്തിലെ മോഹൻലാലിനെ പോലെ ആവണേന്നൊക്കെ പ്രാർത്ഥിച്ച് മീശയൊക്കെ പിരിച്ച് വരുന്നുണ്ട്. പക്ഷേ അതൊരു ഫണ്ണി സാധനമാണ്.
പക്ഷെ ഇതിലേക്ക് വാസുട്ടനിലേക്ക് വരുമ്പം ഫണ്ണുണ്ടെങ്കിൽ പോലും അതിലൊരു ഒരു എലമെന്റ് ഓഫ് ഒരു ജെന്യൂനിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ക്യാരക്ടറിന് ജെന്യൂനിറ്റി ഉണ്ട്. ഈ ആൾക്കാരെ സഹായിക്കാൻ പോകുന്നതിനായിട്ട് പോസിറ്റീവ് സംഭവങ്ങളുണ്ട്. പിന്നെ കൂടെയുള്ള ആൾക്കാരെല്ലാം അങ്ങനത്തെ നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് കൂടുതലും. ഇപ്പം നീചിത ക്യാരക്ടറിലാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. ജോയ് ഏട്ടനാണെങ്കിൽ ഒരു കുറച്ച് പ്രായമുള്ള ഒരു മുതിർന്ന ഒരു ഓൾഡ് ജനറേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. സുരാജൊക്കെ ഇപ്പോഴത്തെയും ഞാനൊക്കെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പല പല ജനറേഷനിലെ ആൾക്കാർ ഒരുമിച്ച് പോകുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. പിന്നെ ഒരു അച്ഛൻ മകൻ റിലേഷൻ, അച്ഛൻ മകൾ റിലേഷൻ, പിന്നാണ് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭവം, പ്രണയം, ഇതിൻ്റെയൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വലിയ പൊലിപ്പിക്കലൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു സുഖം കാണുന്നതിൽ ഉണ്ട്. ഇതൊക്കെ ഫാസ്റ്റായിട്ട് നറേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു സുഖമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ എഡിറ്റർ സാജൻ്റെയും RR മ്യൂസിക്കൊക്കെ ചെയ്ത ഗോപിയുടെ ഒരുപാട് ഹെൽപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിനിമ ഉണ്ടാകാൻ കാരണം 2 വ്യക്തികളാണ്. ഒന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അരുണും സംവിധായകൻ തോമസ് സെബാസ്റ്റ്യൻ. അപ്പോൾ അവർ രണ്ടുപേരും ആദ്യമായിട്ട് വന്ന് പറയുമ്പോൾ ജമുനാപ്യാരി എന്ന സിനിമ കഥ പേര് എന്താ ഈ സംഭവം, അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ഒരു ആകാംക്ഷയാണ് ശരിക്കും നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുകയും ആ ഒരു ആകാംക്ഷയോടെ സിനിമ കാണാനായിട്ട് വരികയും അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വേറെ എന്തെങ്കിലും ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവം കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഒരു നമ്മുടെ നായികയുടെ ഭാഷ പറഞ്ഞെങ്കിൽ സംഭവം ഹാപ്പി സീനാണ് കേട്ടോ. ആ ഒരു ലൈനിൽ നമ്മൾ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ താടിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ താടി അഗെയിൻ ട്രെൻഡിങ് ആണ്. അപ്പോൾ എനിക്ക് താടി കുറച്ച് കാലമായിട്ട് ഇവരൊക്കെ തന്നെ ഉണ്ട്. ആരും എൻ്റെ അടുത്ത് ഇതുവരെ പഠിക്കാൻ പറയാത്തതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രായം കൂടെ പോകും അത് മെച്യൂരിറ്റിക്ക് വേണ്ടിയാണ് താടി വെക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. ഉള്ള പ്രായം കൂടെ പോകുന്നു അല്ല, തോന്നുന്ന പ്രായം കൂടി തോന്നാതിരുന്നാലോ. അപ്പം ചാക്കോച്ചനെ കൊണ്ട് താടി വെപ്പിച്ചാൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം താടിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അവസാനം അനിയനായി പോകും. ഇതൊരു ശരിയല്ലാത്ത പരിപാടിയാണ്. അതായത് താങ്കൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ചെറുപ്പക്കാരുടെ വേഷങ്ങൾ ചെയ്യുന്നത് നിർത്തണം. കാരണം ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് പിന്നെ കൗമാരക്കാരായിട്ട് അഭിനയിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ ബിജുവിനോട് ചോദിച്ചു മോൻ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അവന് അങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്താടാ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ്റെ ക്ലാസ്മേറ്റായിട്ട് അവൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അവനെന്നെ അപ്പനെ വിളിച്ചില്ലെന്ന്. അപ്പോൾ ഇപ്പോൾ ഈ താടി വീണ്ടും ഈ കട്ടത്താടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ല, അതിപ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ലാൽ ജോസിൻ്റെ അസോസിയേറ്റ് വർമ്മയുടെ പടം, രാജമ്മ അറ്റ് യാഹു എന്നാണ് പേര്. അല്ല, മൈക്കിൾ രാജമ്മ എന്നാണ് എൻ്റെ പേര്. ആസിഫാണ് മറ്റൊരു ക്യാരക്ടർ, എൻ്റെ അനിയൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത്, യാഹു യോഹന്നാൻ എന്ന പേര്. അപ്പം അതിൽ ഒരു നല്ല അലമ്പന്മാരായ അലസന്മാരായ 2 സഹോദരന്മാർ. അപ്പം അതിൽ ഉള്ളൊരു അപ്പിയറൻസാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വളരെ ഡീസൻ്റ് ആയിട്ടാണ് വരാറ്. അല്ല, ഇതിന് മുന്നത്തെ അല്ലാദാഷം എൻ്റെ പടത്തിലും താടിയുണ്ടല്ലേ? അതിലുണ്ട്. അതിൽ കുറച്ചൊരു സോൾട്ട് ആൻഡ് പെപ്പർ ലൈനാണ്. അങ്ങനെയാണ്. യാ, അതിലേക്ക് കൈ വെച്ച് ചേഞ്ച് വേണം. അത്ര ചേഞ്ച്.